ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നും ഒരു കുഞ്ഞു സന്തോഷം പറയാനായിട്ടാണ് കേട്ടോ. അതായത് നമ്മളൊരു 4-5 വർഷത്തോളമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കടന്നു പോകുന്നത്. എന്താണ് ഒരു കുഞ്ഞു വിശേഷമുണ്ട്. അതെ, പക്ഷേ ഈ വീഡിയോ നമ്മൾ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന പോലും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ജസ്റ്റ് 5 വീക്ക് ആയിട്ടുള്ളൂ. അപ്പം ഇത് പറയണേക്കാൾ മുമ്പ് നമ്മളുടെ ഒരു 5 ഇയർ ജേണി എങ്ങനെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകട്ടെ ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ കല്യാണം കഴിയുന്നത് 2020 ആ സമയത്ത് എനിക്ക് 18 വയസ്സും അജിക്ക് 25 വയസ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. 25 കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് 19ഉം അജിക്ക് 25ഉം. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആയിരുന്നു ഞങ്ങൾ ബർത്ത്ഡേ വരുന്നത്. അപ്പം അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്തായാലും ഒരു ബേബി പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ദിവസങ്ങൾ കടന്നു പോയി. 2 വർഷമൊക്കെ ഇങ്ങനെ ചടപടേന്ന് പോയി. അപ്പോൾ നമ്മൾ എന്താ ബേബി പ്ലാൻ നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഏത് ഡോക്ടറെ ഫസ്റ്റ് കണ്ടു? ഏതോ ഒരു വിയൂരത്ത് ഡോക്ടറെ, പേര് പറയാനില്ല, XX എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറെ കണ്ടു വിയൂരത്ത്. നമ്മൾ ആരും ഇത് കണ്ടിട്ട് പോയി കണ്ടു. പക്ഷെ അത് നമുക്ക് ഓക്കെ ആയില്ല. ഒരു ദിവസം നമ്മൾ പോയി കണ്ടിട്ട് നമ്മളെ പ്രശ്നം സോൾവ് ആവുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറുണ്ട്. നിങ്ങളെല്ലാവരും ആളുടെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ടാവും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ്, മില്യൺ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ആ ഡോക്ടറുടെ വീട് വരുന്നത് നമ്മളെ അടുത്ത് തന്നെയാണ് കേട്ടോ, അത്രയ്ക്ക് ദൂരമൊന്നും ട്രാവൽ ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ആ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. കൊറോണ ടൈമും ആയിരുന്നു ആ സമയത്ത് കേട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊറോണ ടൈം ഉണ്ടായിരുന്നു അല്ലേ. കുറച്ച് നാൾ കഴിഞ്ഞ് കൊറോണ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 2 വർഷം നമ്മൾ ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മൾ പോയി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ച് നോക്കില്ലോ എത്രയാണ് ഡോക്ടറുടെ ഫീസ് കാര്യങ്ങളെന്നൊക്കെ വിളിച്ച് നോക്കില്ലോ. അപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പേഷ്യൻസിനെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഫീസ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത്, കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഫീസ് പറയാം. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യമാണ് എത്തിയത്. അപ്പോൾ നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ ആയിട്ട് കയറാൻ പറ്റിയിട്ട് അന്ന് ഡോക്ടറുടെ അടുത്ത് നമ്മളിങ്ങനെ ഇഷ്യൂസൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നമ്മൾക്ക് മരുന്നിന് പകരം റെക്കമെൻഡ് ചെയ്യണത് എന്താ ചേട്ടാ, വീഡിയോസാണ്. ഞാൻ ഇന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടാൽ മതി, ഇതിന് സൊല്യൂഷൻ അതായിട്ടാണ്. അങ്ങനെ നമ്മൾ ഒരു 1 അവറോളം കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടോ. നല്ല കാര്യങ്ങൾ കുറെ നമ്മളെ കുറിച്ചും ചോദിച്ചു. അങ്ങനെ 1 അവറോളം സംസാരിച്ചു. നമ്മൾ ഇതായിട്ടില്ല, ആളിങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞൊരു 1 അവറോളം സംസാരിച്ചു. നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ നമ്മൾ പറഞ്ഞു, നമ്മളോട് കുറേ ഇങ്ങനെ എന്താ പറയുക, സ്ട്രെസ്സ് പോകാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു കേട്ടോ. ആക്ച്വലി അങ്ങനെ തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്താ ഒരു ചെയ്തിട്ട് പറഞ്ഞു, അതിൻ്റെ ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. സാധാരണ നമ്മൾ പോകുമ്പോൾ എന്താ വിചാരിക്കുക, നമ്മൾ 300 ആണ് ബേസിക് ആയിട്ട് എല്ലായിടത്തും. പിന്നെ മെറ്റേണിറ്റി ചികിത്സിക്കുന്നവരാണെങ്കിൽ ഒരു 500 വാങ്ങിക്കും മാക്സിമം അറ്റ സിറ്റിങ്ങിനല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു 500-600 ഒക്കെ ആയിരിക്കും ഫീസ് എന്ന്. അപ്പോൾ അവർ മണിക്കൂറിനാണ് ചാർട്ട് ചെയ്യുന്നത്. ഒരു മണിക്കൂറിന് 1000 രൂപയാണ് അന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. ഐ തിങ്ക് 2022 ആ സമയത്ത് നമ്മളിൽ 1000 രൂപ മണിക്കൂറിന് ആൾ വാങ്ങിച്ചു. അപ്പോൾ ആളുടെ പേഷ്യൻസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലുള്ള ആൾക്കാർ. അപ്പോൾ അടുത്ത സിറ്റിങ് പറഞ്ഞവർ നമ്മൾക്ക് നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല, സൂം മീറ്റിംഗ് ആണ്. അടുത്ത സിറ്റിങ് സൂം മീറ്റിംഗ് വഴി നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഭയങ്കര ഒരു ഇതിലാണ്. കാരണം നമ്മൾ ഇത്ര 1000 രൂപീസ് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കൊടുത്ത് ഇറങ്ങിയിട്ട് സാധാരണക്ക് പറ്റാത്ത ഇത് മാത്രം. പക്ഷെ അങ്ങനെ ആളെ കാണാനായിട്ട് മെയിനായിട്ട് വരുന്ന ഇഷ്ടം പോലെ പൈസയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല, റിസൾട്ട് ഉണ്ടാവുമായിരിക്കും. നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ നോർമൽ ആൾക്കാർ എന്ന് പറഞ്ഞ രീതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ അത്ര ഇതാവില്ല. പിന്നെ ഈ മരുന്നുകളാണെങ്കിലും നമുക്കറിയാലോ, ഈ മെറ്റേണിറ്റി ട്രീറ്റ് ചെയ്യുന്ന, അപ്പോൾ കാണുന്ന മിക്ക ആൾക്കാരും മെറ്റേണിറ്റി ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. മരുന്നൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതിന് മരുന്ന് എക്സ്പെൻസീവാണ്, ഇവരെ സ്കാനിങ്ങും എല്ലാം എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഫീസ് നമ്മൾ ഓരോ ടൈം കാണുമ്പോഴും സിറ്റിങ്ങിന് 1000 രൂപ വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൺലൈൻ അടുത്ത ക്ലാസ് ബുക്ക് ചെയ്തു, അടുത്ത ഇത് ബുക്ക് ചെയ്തു, അതിന് 1000 രൂപീസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇഷ്യൂ മാറുന്നുണ്ടായിരുന്നില്ല, നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ നമ്മളെന്താ നമ്മളിങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുക 1000 രൂപ വെച്ചിട്ട്. പക്ഷേ നമ്മുടെ ഇഷ്യൂ മാറുന്നില്ല എന്ന് വെച്ചതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ക്വിറ്റ് ചെയ്തു. അതും ക്വിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് നാൾ എന്ത് ചെയ്തു, ഗ്യാപ്പ് കൊടുത്തു. കാരണം നമ്മളിങ്ങനെ മരുന്ന് കഴിക്കുകയാണ്, ഞാൻ അജിൻ കണ്ടിന്യൂസ്ലി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ക്വിറ്റ് ചെയ്തു. അങ്ങനെ ഒരു 3 വർഷത്തോളം പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ ചേട്ടാ, വിയ്യൂരല്ലല്ലോ, വിയ്യൂർ കഴിഞ്ഞിട്ടൊരു ഭാഗത്ത് കോലഴി കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊരു ഡോക്ടറെ കണ്ടു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് നമ്മൾ മെറ്റേണിറ്റിക്ക് ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾക്ക് കുറേ നമ്മൾ ടെസ്റ്റുകൾ ചെയ്തു. നമുക്ക് HIV, അതേപോലെ കുറേ ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോ ഡോക്ടർ മാറും തോറും നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ സുജിത് ഡോക്ടറെ കാണാൻ പോയല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ സുജിത് ഡോക്ടറെ കാണാൻ പോയി. സുജിത് ഡോക്ടറിനെ എങ്ങനെയാണ് നമുക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വല്യമ്മ ജീവ ലാബിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ വല്യമ്മയ്ക്ക് അറിയുന്ന ആളാണ് ഡോക്ടർ. അപ്പോൾ സുജിത് ഡോക്ടറിനെ കാണാൻ പോയി. സുജിത് ഡോക്ടറിനെ കാണാൻ പോയപ്പോഴാണ് നമ്മൾ ഭയങ്കര ട്രസ്റ്റായിട്ടോ ഡോക്ടറിനെ, അല്ലേ, നമ്മുടെ ഇഷ്യൂ സോൾവായി. നമ്മൾക്ക് എന്തായിരുന്നു ഫേസ് ചെയ്യുന്നതായിരുന്നു ഇഷ്യൂ, ആ ഡോക്ടറെ കണ്ടിട്ട് സോൾവ് ആയി. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഡോക്ടറെ ഭയങ്കര ട്രസ്റ്റായി. എന്നിട്ട് നമ്മളൊരു 4-5 മാസത്തോളം എന്ത് ചെയ്തു, ട്രീറ്റ് ചെയ്തു. 5-6 മാസത്തോളം ട്രീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഗ്യാപ്പ് എടുത്തു. 6 മാസമായിട്ട് കിട്ടാണ്ടായപ്പോൾ നമ്മൾ ഗ്യാപ്പ് എടുത്തു. പക്ഷെ നമുക്ക് ഡോക്ടറെ ഭയങ്കര ഇഷ്ടം. കാരണം ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറുടെ മോട്ടിവേഷനും കോൺഫിഡൻസും ആണ് നമ്മുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ നമ്മൾ 6 മാസമായിട്ടും കിട്ടാണ്ടായപ്പോൾ നമ്മൾ ബ്രേക്ക് എടുത്തു. കാരണം മരുന്ന് ഇങ്ങനെ കഴിക്കില്ലേ. പിന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വേറെ ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് ഈ ടെസ്റ്റും കാര്യങ്ങളും, പിന്നെ നമുക്ക് കാണുമ്പോൾ എന്ത് കൊടുക്കണം, ഫീസ് കൊടുക്കണം. അങ്ങനെ വേറെ ഡോക്ടറെ കണ്ടു. ഈ സ്കാനിങ് ഇത് തന്നെ കണ്ടിന്യൂസ്ലി. പിന്നെ നമ്മൾ ആ ഡോക്ടറെ അടുത്തും നമ്മൾ കുറെ പേര് പറഞ്ഞു. നമ്മളൊരു ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞപ്പോൾ കുറെ പേര് വന്ന് പറഞ്ഞു, എൻ്റെ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു, ഇങ്ങനൊരു ഡോക്ടർ ഉണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്കിക്കോ എന്ന് പറഞ്ഞു. അതറിയാം. മറ്റേ നമ്മള് അവിടെ പോയിട്ട് കണ്ട ഒരു ഡോക്ടർ നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ട് അതല്ല, അതിന് മുമ്പ് നമ്മൾ മറ്റേ ഡോക്ടറെ കണ്ടുല്ലോ, വിയ്യൂര് ഭാഗത്തുള്ള ഡോക്ടറെ കണ്ടല്ലോ. ആ ഡോക്ടറെ കണ്ടു നമ്മൾ 3-4 മാസമല്ലേ, 3-4 മാസം നോക്കി. അപ്പോൾ അതും കിട്ടിയില്ല. അപ്പോൾ ഈ ഡോക്ടറുടെ മരുന്ന് ഇത്തിരി ഹൈ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്ത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴേക്കും നമ്മൾക്കൊരു 3-4 വർഷത്തോളം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാപ്പ് എടുത്തിട്ട് നമ്മളുടെ ഏടത്തമ്മയാണെന്ന് തോന്നുന്നു, ഏടത്തമ്മ കണ്ടിട്ട് കൺസീവ് ആയിട്ടുള്ള ഡോക്ടറുടെ അടുത്തേക്ക് നമ്മൾ പോയി. ഏകദേശം കഴിഞ്ഞ നവംബർ 2024 നമ്മൾ ആ ഡോക്ടറുടെ അടുത്തേക്ക് പോണത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം നമുക്ക് ഓവുലേഷൻ ടാബ്ലറ്റ് തന്നു. ഓവുലേഷൻ ടാബ്ലറ്റ് നമ്മൾ കഴിച്ചപ്പോൾ തന്നെ ഓവുലേഷൻ, കാരണം നമ്മൾ കുറച്ച് നാൾ ഗ്യാപ്പ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഓവുലേഷൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നുണ്ട്. ഓവുലേഷൻ നടന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഓവുലേഷൻ ടൈമിൽ ട്രൈ ചെയ്തു. അടുത്ത മാസം നമ്മൾക്ക് ഡിസംബർ ആയപ്പോൾ നമുക്ക് പോസിറ്റീവായി. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ 4 വർഷത്തോളം കാത്തിരുന്നിട്ടാണ് നമ്മൾ പോസിറ്റീവ് ആവുന്നത്. 4 വർഷം ആ ഫെബ്രുവരിയിൽ നമുക്ക് ആവായിരുന്നു. അതിനിടയിൽ മറ്റേ നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണാൻ പോയിട്ടില്ലേ, ആ ഡോക്ടറാണത്. അതും പോയിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ കൺസീവ് ആവാൻ നോക്കണേക്കാളും മുമ്പാണ് പോയത്. PCOD ഉണ്ടെന്ന് കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ അത് ഇവിടെ നമ്മൾ PCOD ഉണ്ടെന്ന് കണ്ടുപിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സുജിത് ഡോക്ടറുടെ അടുത്തേക്ക് പോയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സുജിത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണെങ്കിൽ തൈറോയിഡ് ഉണ്ടെന്നും എനിക്ക് PCOD ഉണ്ട്, അതേപോലെ തന്നെ തൈറോയിഡ് ഉണ്ട്. അതായത് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഫോട്ടോ കൊടുക്കും. ഒരു 45 കിലോ ആയിരുന്നു എൻ്റെ വെയിറ്റ് വരുന്നത്. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വെയിറ്റ് 65 കിലോ ആയി. ഒറ്റയടിക്ക് 20 കിലോ ആണ് ഞാൻ കൂടിയത്. അപ്പോൾ എനിക്ക് തൈറോയിഡ് ഉണ്ടെന്ന് നമ്മളത് വണ്ണം കൂടിയപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സുജിത് ഡോക്ടർ സ്കാനിങ്ങിന് ഇതേ സമയത്ത് സ്കാനിൻ്റെ ഡോക്ടറാണ് തൈറോയിഡ് ചെക്ക് ചെയ്തോളൂ, തൈറോയിഡ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൈറോയിഡ് ഒന്ന് 20 എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മരുന്ന് കഴിച്ചു. പിന്നെ ആ വെയിറ്റ് എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സുജിത് ഡോക്ടർ നമ്മൾ പല പ്രശ്നങ്ങളും സോൾവ് ആക്കി തന്നല്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്തായി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡോക്ടറെ കണ്ട് കൺസീവായി. നമ്മൾ ഭയങ്കര ഹാപ്പിയായി എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്കൊക്കെ വീഡിയോ കോൾ വിളിച്ചു, എല്ലാവരും കാണിച്ചൊക്കെ കൊടുത്തു. ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മൾക്ക് സ്കാനിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങിൽ നമ്മൾ പീരീഡ്സ് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്തായത്,
റിസൾട്ട് അറിഞ്ഞത്. കാരണം നോക്കാറുണ്ട്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കിയ സമയത്ത് എന്തായിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് പീരീഡ്സ് ആവാണ്ടായ ഡോക്ടർ പറഞ്ഞു ഓവുലേഷൻ നടന്നിട്ടുണ്ട്, പക്ഷെ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓവുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവും, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് പീരീഡ്സ് ആവും. അപ്പം ഇത് രണ്ടും എനിക്ക് ആ സമയത്ത് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് പോസിറ്റീവ് കാണിച്ചത്. അന്ന് BTHCG നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ്ലി, അതിലും നമുക്ക് ഗ്രോത്ത് ഉണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കിയപ്പോൾ നമ്മൾ ഇരട്ടി ആവുന്നുണ്ടായില്ല, പക്ഷെ ഗ്രോത്ത് ആവുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കേട്ടില്ല. ഡോക്ടർ പറഞ്ഞു എന്താവാൻ ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഹാർട്ട് ബീറ്റ് വരുന്നത് കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അവസ്ഥയിലാണ് ഇപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ട് നമ്മൾ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഹാർട്ട് ബീറ്റ് കേൾക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഇതുണ്ട്, കാരണം എൻ്റെ ഓവുലേഷൻ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും ഹാർട്ട് ബീറ്റ് കേൾക്കാത്തത്. അപ്പോൾ അടുത്ത ആഴ്ച കൂടി വെയിറ്റ് ചെയ്യാം, ഡോക്ടർ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ്. അല്ല, ഞാൻ ഡോക്ടറോട് പറഞ്ഞു അടുത്ത ആഴ്ച കേൾക്കുന്നു. അന്ന് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു രാത്രി കിടക്കുകയായിരുന്നു. കിടന്നിട്ട് തിരിഞ്ഞു കിടന്നപ്പോൾ എനിക്ക് പീരീഡ്സ് ആയ പോലെ തോന്നി. എന്തോ ഒരു ലിക്വിഡ് വന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ വാഷ്റൂം പോയി. അപ്പോൾ എനിക്കിനി തോന്നുന്നതാണോ എന്താണോ സംഭവം. എന്നിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് നോക്കിയ സമയത്ത് ബ്ലീഡിങ്. അതെനിക്ക് ഓർമ്മയുള്ളൂ. ഞാനവിടെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളായി. അപ്പോൾ തന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട്, നമ്മുടെ അടുത്താണ് എലൈറ്റ് ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലേ, എലൈറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോഴും അവരിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നമ്മൾ പാഡ് യൂസ് ചെയ്ത് നോക്കിയപ്പോഴും അതിലും ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ ബ്ലീഡിങ് ഉണ്ട്. ഭയങ്കര അന്ന് ഭയങ്കര ഒരു ഡേ ആയിരുന്നു അന്ന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവർ അന്ന് നമ്മളവിടെ ലേബർ റൂമിൽ കിടത്തി. പിറ്റേ ദിവസം നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ സമയത്ത് സ്കാനിങ്ങിലൊന്നും കാണാനുണ്ടായിരുന്നില്ല. ബേബിൻ്റെ ഇങ്ങനൊരു ചെറിയൊരു പ്രസൻസ് മാത്രമാണ് കാണാനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഒരാഴ്ച എടുത്ത് റെസ്റ്റ് എടുത്തിട്ട് 24 മണിക്കൂർ കഴിയും തോറും BTHCG എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അതിൽ ചെറുതായിട്ട് ഗ്രോത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേമസ് ആയിട്ടുള്ളൊരു സ്കാനിങ്ങിലത്തെ ഒരു ഡോക്ടറുണ്ട്, ആളെ പോയിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആൾ പറഞ്ഞു ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അതായത് ഇതിലൊന്നും കാണാനില്ല, മിസ്ഡ് അബോർഷനായി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾക്കൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല അത് ഇതാക്കാണ്ട്. പക്ഷെ അത് പീരീഡ്സ് ആയി പോയേനെ, നമ്മൾ അതിന് ഇതാക്കിയില്ല. നമ്മൾ ഈ എലൈറ്റ് ചെന്നപ്പോൾ അവർ എന്താ പറഞ്ഞു, DNC ചെയ്യാൻ പറഞ്ഞു. നമ്മൾ DNC ചെയ്തു. അത് DNC ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ടല്ല, നമ്മൾ പച്ചയ്ക്ക് തന്നെ അവർ DNC ചെയ്യും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കാരണം ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതൊരു ടാബ്ലറ്റ് തരും. ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ പെയിൻ സ്റ്റാർട്ട് ചെയ്യും. കാരണം എനിക്ക് പീരീഡ്സിൽ അത്രയ്ക്ക് പെയിൻ ഇല്ലാത്ത പീരീഡ്സ് സമയത്ത് എനിക്ക് അത്രയ്ക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇല്ല. അപൂർവം ചില സമയങ്ങളിൽ മാത്രമാണ് എനിക്ക് പീരീഡ്സിൽ പെയിനും കാര്യങ്ങളും വരുള്ളൂ. പക്ഷെ അന്ന് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ അതിലും എനിക്ക് വിഷമമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തെ ഒരു ചേച്ചി ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് പറയണ്ടല്ലേ, അത് പറയാനല്ലേ, ഓക്കെ ശരി. അത് കഴിഞ്ഞിട്ട് DNC ചെയ്തു. അത്രയും പെയിൻഫുള്ളായിരുന്നു. ഞാൻ എൻ്റെ ദേഹം മുഴുവൻ ഫ്രീസായി. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇമോഷണലി ഭയങ്കര ഇതായി കുറേ നാളത്തേക്ക് പിന്നെ നമ്മൾ കുറച്ച് നാളത്തേക്ക് നോക്കുന്നില്ല അങ്ങനെ വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഒരു 6-7 മാസം വീണ്ടും ഗ്യാപ്പ് എടുത്തു അല്ലേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു രക്ഷയില്ലാണ്ട് നമ്മൾ വീണ്ടും എവിടേക്ക് പോയി, സുജിത് ഡോക്ടർ. കാരണം നമുക്ക് ഇത്രയും ഡോക്ടേഴ്സിന് ഇത്ര ജോലി കണ്ടതിൽ വെച്ചിട്ട് നമ്മൾ പോവാഞ്ഞത്. പക്ഷെ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആള് മാത്രമാണ് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഈ DNC ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ ഡോക്ടർ കൺസീവായ ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ എനിക്ക് അറിയായിരുന്നു, ഇങ്ങനെ തന്നെ ഉണ്ടാവാൻ പോകണുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞു. അവർക്ക് അതൊരു സില്ല് കാര്യമായിരിക്കും. പിന്നെ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. സുജിത് ഡോക്ടർ മാത്രമാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾ കേട്ടോ. എനിക്ക് പേഴ്സണൽ തോന്നുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എവിടേക്ക് പോയി, സുജിത് ഡോക്ടറുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് സുജിത് ഡോക്ടർ നമ്മൾ വീണ്ടും മരുന്ന് കഴിച്ചു. പക്ഷെ ഇതുവരെ എനിക്ക് ഓവുലേഷൻ ഉണ്ടാവാണ്ടിരുന്നിട്ടില്ല. 2 ടൈമിലാണ് എനിക്ക് ഓവുലേഷൻ ഇല്ലാണ്ടിരുന്നത്. പീരീഡ്സ് ഭയങ്കര ഡിലേ ഒരു ദിവസം, പിന്നെ ഒരു ദിവസം എനിക്ക് ഓവുലേഷൻ കണ്ടില്ല. അങ്ങനെ 2
ടൈം അങ്ങനെ ഉണ്ടായി. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത സമയത്ത് ഓവുലേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാ മാസം പിന്നെ നമ്മൾ സ്കാൻ ചെയ്യാൻ തുടങ്ങി. എല്ലാ മാസം ഈ ഫെബ്രുവരി 12 ഞങ്ങളുടെ 5 ഇയർ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്നാണ് നമ്മൾ പീരീഡ്സ് ആയത്. ഞാൻ പീരീഡ്സ് ആയത്. എന്നിട്ട് അന്ന് ഡോക്ടറെ കാണാൻ പോയി അല്ലേ അന്ന് ഡോക്ടറെ കാണാൻ പോയി. അന്ന് നമ്മൾ സ്കാനിങ് ചെയ്തു, ഓവുലേഷൻ ടാബ്ലറ്റ് കഴിച്ചു സ്കാനിങ് ചെയ്തു. അതിൽ നമ്മൾക്ക് പോസിറ്റീവായി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് 5 വീക്ക് ആയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു. അതിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതുവരെ ഹാർട്ട് ബീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കേട്ടില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫസ്റ്റ് എനിക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അല്ലേ. ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ പോയിട്ട് എനിക്ക് അവിടെ ഒന്നും പറ്റണില്ല. അവിടുത്തെ സ്മെല്ല് പറ്റണില്ല, അവിടെ ഇരിക്കാൻ പറ്റണില്ല. എനിക്ക് ഭയങ്കര സഫോക്കേഷൻ, അവിടെ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച അപ്പം തന്നെ ഞാൻ അലാമയോട് പറഞ്ഞു എനിക്ക് ഇപ്പം ഇറങ്ങാൻ എനിക്ക് എന്തോ ഓക്കെ ഇല്ലാത്ത പോലെ ഉണ്ട്, ഞാൻ ഇറങ്ങാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ട് ഉണ്ടാവാറുണ്ട്, അതേപോലെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാർഡൊക്കെ മേടിച്ചു, 2 കാർഡ് മേടിച്ചു. എന്നിട്ട് അന്ന് രാത്രി ഒരെണ്ണം ടെസ്റ്റ് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. രണ്ടിലും നെഗറ്റീവ് ആയിരുന്നു. അപ്പം നമ്മൾ ഓക്കെ, ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെഗറ്റീവ് ആവുന്നതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വിഷമവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ പീരീഡ്സ് ആയിട്ടില്ല അല്ലേ. ഓവുലേഷൻ നടന്നിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, പക്ഷെ പീരീഡ്സ് ആയിട്ടില്ല. കുറവായിരുന്നു എന്ന് വിചാരിച്ചു. പനിയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ എന്തായാലും ഉറപ്പാ. അപ്പൊ വെറുതെ എന്തായാലും ഞങ്ങള് 1-2 പനിയൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് കുറച്ച് റിസോർട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലെ, വീഡിയോ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ റിസോർട്ടിലേക്ക് പോണേക്കാളും ലോങ് ട്രാവൽ ആണ്. അപ്പൊ അതിന് മുമ്പ് ചേട്ടൻ പറഞ്ഞു ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് കൺഫേം ആക്കി. എനിക്ക് ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ നോക്കാം, ഇത് എക്സ്പെക്ട് ചെയ്യാൻ തന്നെ. അവിടേക്ക് പോയിട്ട് മുമ്പ് ഇവള് ഭയങ്കര ഇതായിട്ട് ആവാവില്ല, ഇത് സിമ്പിൾ ആയിട്ട് വളരെ വാങ്ങി ഒരു ലൈൻ ഉണ്ടാവുള്ളൂ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഒരു സിംറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഷട്ടിൽ കളിക്കാൻ പോയല്ലേ, ചേട്ടനും അനീഷും കൂടെ ഷട്ടിൽ കളിക്കാൻ പോയ സമയത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വീക്കിൽ 2 വീക്കായിട്ട് എന്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ടാബ്ലറ്റ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് നമുക്ക് ഇന്ന ഡേറ്റ് മുതൽ അബോർഷൻ ആവാതിരിക്കാനായിട്ട് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ടെൻഷൻ ആയി, ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരു എക്സ്ട്രാ 2 എണ്ണം പോയിട്ട് വാങ്ങിച്ചു. അത് അത്ര ബ്രൈറ്റ് ലൈൻ ആയിരുന്നില്ല, എന്നാലും നമുക്ക് ലൈൻ നന്നായിട്ട് കാണായിരുന്നു. പക്ഷേ 7 മണി ടൈം ആയതുകൊണ്ട് ഒറ്റ കട തുറന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ വരെ പോയി നോക്കി, കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം കിട്ടി, 2 വാങ്ങി കൊടുന്നു. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും അത്യാവശ്യം അത് നമുക്കിവിടെ കാണിക്കാം കേട്ടോ. നമ്മൾ 3 എണ്ണം ടെസ്റ്റ് ചെയ്തു, അതിൽ 2 പോസിറ്റീവാണ്. പിന്നെ എന്നിട്ടാ നമ്മൾ ഡോക്ടറെ വിളിച്ചു, ഇങ്ങനെ പോസിറ്റീവാണ്. ഒരു ശനിയാഴ്ച ആയിരുന്നു അല്ലേ. അന്ന് നമ്മൾ എവിടേക്ക് പോയി, ജോലിക്ക് പോയി. എനിക്ക് ഉച്ചയായപ്പോൾ ഇതറിഞ്ഞല്ലോ. അപ്പം എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റണില്ല. ഞാൻ കുറേ നേരം ഇരുന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ആയപ്പോഴും നമുക്ക് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളുണ്ടായിരുന്നു. ബാക്ക് പെയിൻ പൊട്ടയാണെന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കവിടെ ഇരിക്കാൻ പേടി, ബാക്ക് പെയിൻ വന്നാലോ എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറെ BTHCG ചെയ്യാൻ പറഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് BTHCG നമ്മൾ പോയി ചെയ്തു. അതിൽ പോസിറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ നമ്മൾ 24 അവർ കഴിഞ്ഞിട്ട് വീണ്ടും BTHCG ചെയ്തു. അതിലും ഗ്രോത്ത് ഉണ്ടായിരുന്നു. പിന്നെ സ്കാനിങ് ആയിരുന്നു ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡോക്ടർ പറഞ്ഞു അത് നോർമൽ തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും സ്കാൻ ചെയ്യണവരും നമുക്ക് ആകെ ടെൻഷനായിരുന്നു. 5th വീക്ക് 3ാമത്തെ ഡേയ്സിലാണ് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 5th വീക്ക് വളർച്ചയാണുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഹാർട്ട് ബീറ്റ് കേട്ടിട്ടില്ല, ടെൻഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ഇനി അടുത്തത് ഏപ്രിൽ 5-ാം തീയതിയാണ് സ്കാനിങ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഹാർട്ട് ബീറ്റ് കേട്ടാൽ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മളുടെ ഇത് പോകുന്നത്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പെടില്ലല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ജേണി. ബാക്കി നമുക്ക് അപ്ഡേറ്റ്സ് ഹാർട്ട് ബീറ്റ് കേട്ടിട്ട് സ്കാനിങ്ങിന് പോകുന്നത് വീഡിയോ എടുക്കും. ബൈ.